മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രങ്ങളെല്ലാം തിരുത്തിക്കുറിച്ച് ദൃശ്യം 3 തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിക്കുമ്പോൾ ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജു ജോർജായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടി അൻസിബ ഹസൻ മറ്റൊരു തിയേറ്ററിന് പുറത്തെ കനത്ത പോരാട്ടത്തിലാണ്. താരസംഘടനയായ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള അൻസിബയുടെ പെട്ടെന്നുള്ള രാജി സിനിമാ മേഖലയെ അമ്പരപ്പിച്ചിരുന്നു. ഔദ്യോഗികമായി തിരക്കുകൾ എന്ന സംഘടന വിശദീകരിച്ച ആ രാജിക്ക് പിന്നിൽ കടുത്ത മാനസിക പീഡനങ്ങളുടെയും വർഗീയ അധിക്ഷേപങ്ങളുടെയും വൻ സ്ഫോടനമാണ് ഒളിച്ചിരുന്നതെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നു. നടൻ ടിനി ടോമും സംഘടനയിലെ ഒരു പ്രത്യേക വിഭാഗവും ചേർന്നാണ് തന്നെ പുകച്ചു പുറത്തു ചാടിച്ചതെന്നാണ് അൻസിബയുടെ തുറന്നടി. എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ കമ്മിറ്റിക്കുള്ളിൽ പുകഞ്ഞു തുടങ്ങിയ അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ പരസ്യമായ ചെളിവാരിയ റീലിലേക്ക് എത്തി നിൽക്കുന്നത്. സംഘടനയ്ക്കുള്ളിലെ ഭരണപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ ചില ഭാരവാഹികൾ വ്യക്തിപരമായ വൈരാഗ്യമാക്കി മാറ്റുകയും ഒരു സ്ത്രീയെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള അവിഹിത കഥകൾ ചമയ്ക്കുകയും ചെയ്തുവെന്നാണ് അൻസിബയുടെ ഏറ്റവും ഗുരുതരമായ ആരോപണം. സംഘടനയുടെ ആഭ്യന്തര ചർച്ചകളിൽ ഉയർന്നുവന്ന ഒരു സ്പോൺസർഷിപ്പ് തർക്കമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്ന് വിലയിരുത്തപ്പെടുന്നു. അമ്മയുടെ കുടുംബസംഗമത്തിന് ഒരു പ്രത്യേക മതസ്ഥാപനത്തെ ടൈറ്റിൽ സ്പോൺസർ ആക്കുന്നതിനെ അൻസിബ കമ്മിറ്റിയിൽ എതിർത്തിരുന്നു. മതനിരപേക്ഷ സ്വഭാവമുള്ള ഒരു സംഘടനയിൽ ഇത്തരം പ്രവണതകൾ പാടില്ലെന്ന നയപരമായ നിലപാടാണ് താൻ സ്വീകരിച്ചതെന്ന് നടി വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നിലപാടിനെ തനിക്കെതിരെയുള്ള വർഗീയ ആയുധമാക്കാനാണ് എതിർവിഭാഗം ശ്രമിച്ചത്. എന്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ടല്ലേ അവരെന്നെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നത് എന്ന് ചോദിക്കുന്ന താരം ടിനി ടോം തന്നെ മതതീവ്രവാദി എന്നും ജിഹാദി എന്നും വിളിച്ച് അധിക്ഷേപിച്ചതായി വെളിപ്പെടുത്തുന്നു. തന്റെ ഡ്രൈവറെ പോലും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ചവരുടെ കൂടെ ഒരേ മേശയ്ക്കിരുന്ന് ജോലി ചെയ്യാൻ അറപ്പ് തോന്നിയെന്നാണ് അൻസിബയുടെ വാക്കുകൾ. ഒരു താരസംഘടനയ്ക്കുള്ളിൽ ഇത്രയും കടുത്ത വർഗീയ വേർതിരിവുകൾ നിലനിൽക്കുന്നുണ്ടെന്ന സൂചനകൾ മലയാള ചലച്ചിത്ര ലോകത്തിന് ഒട്ടും ശുഭകരമല്ല. അൻസിബയുടെ വെളിപ്പെടുത്തലുകൾ ടിനി ടോമിനെതിരെയുള്ള ഒറ്റപ്പെട്ട ശബ്ദമല്ലെന്നാണ് സൂചനകൾ. മുതിർന്ന നടി നീന കുറുപ്പിനോടും ടിനി ടോം മോശമായി പെരുമാറിയതായി അൻസിബ ചൂണ്ടിക്കാണിക്കുന്നു. കുടുംബസംഗമത്തിന്റെ തലേ ദിവസം നീന കുറുപ്പിനെ ഒരു വ്യക്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ഈ സംഭവത്തിൽ ടിനി ടോം വിളിച്ച അസഭ്യവർഷങ്ങൾ ഉൾപ്പെടുത്തി നീന കുറുപ്പ് സംഘടനയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും അൻസിബ വ്യക്തമാക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ബഹളമുണ്ടാക്കുന്ന ഒരുതരം ഭയാന്തരീക്ഷമാണ് സംഘടനയുടെ ഉള്ളറകളിൽ നിലനിൽക്കുന്നതെന്ന വാദത്തിന് ഇത് ബലം നൽകുന്നു. സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങൾ കേവലം വാഗ്വാദങ്ങളിൽ ഒതുക്കാതെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം അൻസിബയ്ക്കെതിരെ നൽകിയ വ്യാജ പരാതിയിൽ 3 മണിക്കൂറോളമാണ് നടിയെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി മാനസികമായി പീഡിപ്പിച്ചത്. ഒരു മെസ്സേജിന്റെ പേരിൽ ഗാർഹിക പീഡനാരോപണം വരെ ഉന്നയിക്കപ്പെട്ട ഈ കേസിനെക്കുറിച്ച് അമ്മയിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഊള കേസുകളൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു ടിനി ടോമിന്റെ മറുപടി. വിവരാവകാശ നിയമപ്രകാരം പരാതിയുടെ പകർപ്പെടുത്തപ്പോഴാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചന പൂർണ്ണമായും ബോധ്യപ്പെട്ടതെന്ന് അൻസിബ പറയുന്നു. ഈ കടുത്ത പ്രതിസന്ധികളിലും മാനസിക ട്രോമയിലൂടെയും കടന്നുപോയപ്പോൾ സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ തനിക്കൊപ്പം നിന്നില്ലെന്ന അൻസിബയുടെ കുറ്റപ്പെടുത്തൽ അമ്മയുടെ നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കുന്നതാണ്. സെക്രട്ടറി പരാതി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും സംഘടനയുടെ അന്തസ്സിനെ ബാധിക്കുമെന്നതിനാലും തന്റെ കരിയറിനെ ഓർത്തുമാണ് ഫെബ്രുവരി 21 താൻ രാജിക്കത്ത് നൽകിയതെന്ന് അൻസിബ പറയുന്നു. കത്തിൽ വ്യക്തിപരമായ തിരക്കുകൾ എന്നാണ് എഴുതിയതെങ്കിലും യഥാർത്ഥ കാരണങ്ങൾ പ്രസിഡന്റ് ശ്വേതാ മേനോന് കൃത്യമായി അറിയാമായിരുന്നു. ഇവിടെയാണ് സംഘടന നൽകിയ ഔദ്യോഗിക വിശദീകരണവും അൻസിബയുടെ തുറന്നുപറച്ചിലും തമ്മിൽ വലിയ വൈരുദ്ധ്യം പ്രകടമാകുന്നത്. കൗതുകകരമായൊരു കാര്യം, ദൃശ്യം 3 തിയേറ്ററുകളിൽ തകർപ്പൻ വിജയം നേടുകയും മോഹൻലാലിന്റെ മകളായി പ്രേക്ഷകർ നെഞ്ചിലേറ്റുകയും ചെയ്ത അൻസിബയുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് ഈ വിവാദങ്ങൾ അണപൊട്ടിയൊഴുകുന്നത്. തനിക്ക് ലാലേട്ടനോടുള്ളത് സ്വന്തം അച്ഛനോടുള്ളതുപോലുള്ള ആദരവും വാത്സല്യവുമാണെന്ന് വൈകാരികമായി പറയുന്ന അൻസിബ ദൃശ്യം സിനിമകൾ തനിക്കൊരു അന്താരാഷ്ട്ര പാസ്പോർട്ട് പോലെയാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. സിനിമയിൽ ഇത്രയും വലിയ സ്വീകാര്യതയുള്ളൊരു താരം സംഘടനയ്ക്കുള്ളിൽ ഇത്രയേറെ ഒറ്റപ്പെട്ടു പോയി എന്നത് ചലച്ചിത്ര ലോകത്തെ അണിയറ ചർച്ചകളിൽ വലിയ ചോദ്യമുയർത്തുന്നു. നിയമ നടപടികൾക്ക് തൽക്കാലം താല്പര്യമില്ലെന്ന് അൻസിബ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. തന്റെ കരിയർ തകർക്കാൻ ടിനി ടോമും കൂട്ടരും ഇനിയും സജീവമായി രംഗത്തുണ്ടാകുമെന്ന് നടി ഭയപ്പെടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മലയാള സിനിമാ മേഖലയിൽ താരസംഘടനയ്ക്കുള്ളിലെ ഈ പുതിയ അധികാരപ്പോരും വർഗീയ ആരോപണങ്ങളും അമ്മയുടെ നിലനിൽപ്പിനെ തന്നെ വീണ്ടും സംശയത്തിന്റെ നിഴലിലാക്കുകയാണ്.